ഗോൾഡൻ ഡോം അമേരിക്കയുടെ ഒരു സ്വപ്ന പദ്ധതി പോലെയാണ്. അപ്പോൾ അതിൽ വലിയ ചിലവേറിയ ഒരു പ്രൊജക്റ്റാണെന്ന് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാനെ കൂടെ പങ്കാളിയാക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നല്ലോ. അതായത് ട്രംപ് ജപ്പാൻ്റെ പ്രധാനമന്ത്രിയെ വിളിച്ച്, അതായത് പണം വേണമല്ലോ, ഒരുപാട് പണം വേണ്ട പദ്ധതിയാണ്. കാരണം ആകാശ യുദ്ധ പദ്ധതിയാണ്, ബഹിരാകാശ യുദ്ധ പദ്ധതി, സ്പേസ് വാർ. കാരണം ബഹിരാകാശത്ത് ഒരുപാട് ഉപഗ്രഹങ്ങൾ വെച്ചിട്ട്, ഉപഗ്രഹങ്ങളുടെ ശ്രേണി വെച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ നിക്കി ഏഷ്യ ജപ്പാൻ മാധ്യമം ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അസാഹി ഷിംബുൻ, ഏറ്റവും കൂടുതൽ പ്രചാരം ലോകത്തുള്ള പത്രമാണല്ലോ ജപ്പാനിൽ, അസാഹി ഷിംബുൻ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ എടുത്തിരുന്നു. F-47 എന്ന് പറഞ്ഞ അത്യാധുനിക വിമാനം, യുദ്ധവിമാനം അമേരിക്ക ജപ്പാന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മെയ് 23 ജപ്പാൻ്റെ പ്രധാനമന്ത്രി ട്രംപ് വിളിച്ചിരുന്നു എന്ന്. അതേ ഫോൺ സംഭാഷണത്തിൽ ഈ ഗോൾഡൻ ഡോം ജപ്പാന് കൊടുക്കാം എന്ന് ട്രംപ് പറഞ്ഞിരുന്നു എന്നാണ് നിക്കി ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഷിഗേറു ഇഷിബ, അദ്ദേഹത്തിന് ട്രംപ് വിളിച്ചിട്ടാണ് ഇക്കാര്യം പറഞ്ഞിരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ പണം മുടക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ജപ്പാൻ സാങ്കേതിക വിദ്യ അല്ലേ, ഇത് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരുപാട് സാങ്കേതിക പരിജ്ഞാനം ജപ്പാനുണ്ട്. അപ്പോൾ ആ വികസിപ്പിക്കാൻ വേണ്ടി ജപ്പാൻ ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ, അപ്പോൾ ജപ്പാന് പണം മുടക്കുന്നുണ്ട്, അല്ലാതെ അമേരിക്കയ്ക്ക് പണം കൊടുത്ത് ചെയ്യുന്ന പരിപാടിയല്ല. ജപ്പാൻ സാങ്കേതിക വിദ്യയും കാര്യങ്ങളും ഒക്കെ വികസിപ്പിക്കുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2029, അതായത് ട്രംപിൻ്റെ ഈ ഊഴം തീരുമ്പോൾ ഗോൾഡൻ ഡോം പദ്ധതി പൂർത്തിയാക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. $175 ബില്യൺ ചിലവാകുന്ന പദ്ധതി. പക്ഷേ ഇത് എപ്പോഴും അപ്ഡേഷൻ വേണ്ടി ഉണ്ടാവണമല്ലോ. 20 കൊല്ലം കൊണ്ട് ഇതിന് 542 ബില്യൺ ചിലവാകും. അപ്പോൾ ട്രംപ് പോയാലും പിന്നീടുള്ള പ്രസിഡന്റുമാരുടെ മറ്റേ ചുമലിലിരിക്കുന്ന പദ്ധതിയും കൂടിയാണിത്. 542 ബില്യൺ 20 കൊല്ലം കൊണ്ട് ചിലവാകും. അപ്പോൾ ഇതിൻ്റെ വികസിപ്പിക്കുക, അതിൻ്റെ ശൃംഖല അല്ലേ, നെറ്റ്വർക്ക്, ഡെവലപ്പ് ആൻഡ് ലോഞ്ച് ഈ സ്പേസ് ബേസ്ഡ് ഇൻ്റർസെപ്റ്റേഴ്സ്, അതാണ് ആകാശത്ത് നിന്ന് മറ്റേ ശത്രുക്കളുടെ, പ്രധാനമായിട്ടും പേടിക്കുന്നത് ചൈനയൊക്കെ ആണല്ലോ, ചൈനയും കൊറിയയൊക്കെയാണ് അമേരിക്ക പേടിക്കുന്നത്. അപ്പോൾ അവരയക്കുന്ന ആയുധങ്ങളെയൊക്കെ ആകാശത്ത് വെച്ച് തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക. ഈ ഇൻ്റർസെപ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് ജപ്പാൻ്റെ സഹായം ഉണ്ടാവണം എന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജപ്പാനാണെങ്കിൽ ഇൻ്റർസെപ്റ്ററുകൾ വികസിപ്പിച്ച് നല്ല പരിചയമുണ്ട്. ഇപ്പോൾ അതിൻ്റെ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഗവേഷണം വികസനം, പിന്നെ അതിൻ്റെ നിർമ്മാണം. അപ്പോൾ ജപ്പാൻ ഈ പദ്ധതിക്ക് പണം കൊടുക്കാതെ ഈ ഗവേഷണം വികസനം ആ ഭാഗത്ത് സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാനഡയ്ക്ക് ഗോൾഡൻ ഡോം കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവർ കുഴപ്പമില്ല, ഞങ്ങളും ചേരാം എന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയും പറഞ്ഞിരുന്നല്ലോ. പക്ഷെ പിന്നെയും ട്രംപ് ഈ 51ാമത്തെ സംസ്ഥാനമാകണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ കാനഡ വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ കാനഡയ്ക്ക് ഈ $61 ബില്യൺ ചെലവ് വരും എന്നാണ് പറയുന്നത്. 51ാമത്തെ സംസ്ഥാനമായാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തൂ എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാനഡ പുനരാലോചിക്കുമല്ലോ. അപ്പോൾ ഈ 61 ബില്യൺ കിട്ടാൻ സാധ്യതയില്ല. അത് കാരണമായിരിക്കും ഇപ്പോൾ ജപ്പാൻ്റെ പിന്നാലെ ട്രംപ് ഇതിനു വേണ്ടി നടക്കുന്നത്. അപ്പോൾ ജപ്പാന് ഭീഷണികളുണ്ട്. ജപ്പാന് ചൈന ഭീഷണിയാണ്, നോർത്ത് കൊറിയ ഭീഷണിയാണ്, റഷ്യ ഭീഷണിയാണ്. അപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് ഗോൾഡൻ ഡോമിൻ്റെ സൗകര്യം കിട്ടിയാൽ ജപ്പാന് പുളിക്കില്ല. അപ്പം ജപ്പാനും മറ്റേ US-നും മുമ്പ് ബാലിസ്റ്റിക് മിസൈൽ നേരത്തെ ജപ്പാന് കൊടുത്തിട്ടുണ്ടല്ലോ, US കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈൽ ഇൻ്റർസെപ്റ്റർ, അത് പിന്നെ ഗ്ലൈഡ് ഫേസ് ഇൻ്റർസെപ്റ്റർ GPI,
ഇതൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംയുക്തമായിട്ട് ഈ മിസൈലുകളൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. ഹൈപ്പർസോണിക് മിസൈൽ ഇൻ്റർസെപ്റ്റർ, ഗ്ലൈഡ് ഫേസ് ഇൻ്റർസെപ്റ്റർ GPI ഇതൊക്കെ വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജപ്പാൻ മുമ്പ് അമേരിക്കയെ സഹായിച്ചിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ജപ്പാന് പലതരം ഗുണങ്ങൾ ഇതുകൊണ്ട് കിട്ടും, ഗോൾഡൻ ഡോം കൊണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാർഗെയിൻ ചെയ്യാനും പറ്റും ജപ്പാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ താരിഫിൻ്റെ പ്രശ്നങ്ങൾ ജപ്പാനിൻ്റെ മുകളിൽ അമേരിക്ക വെച്ചിട്ടുണ്ട്. ട്രേഡ് കച്ചവട സംഭാഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 24% താരിഫ് ചുമത്തിയിട്ടുണ്ട് ജപ്പാൻ്റെ മുകളിൽ. കാറ്, ട്രക്ക്, ഓട്ടോ പാർട്സ്. അതുപോലെ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അലൂമിനിയം, സ്റ്റീല് അതിന് 50% താരിഫ് ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ഇതിൽ നമ്മൾ ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇളവ് അതിൽ കിട്ടും. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ജപ്പാനിൽ അറ്റകുറ്റപ്പണി നടത്താനുള്ള പരിപാടിയുണ്ട്. പിന്നെ ആയുധങ്ങൾ കൂടുതൽ, കാരണം ജപ്പാൻ വിമാനങ്ങളൊക്കെ എപ്പോഴും അമേരിക്കയിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. 2ാം ലോക യുദ്ധത്തിന് ശേഷം വിമാനങ്ങൾ, ആയുധങ്ങളൊക്കെ ശരിക്കും അമേരിക്കയ്ക്ക് വലിയ വിപണിയാണ് ഈ ജപ്പാൻ എന്ന് പറയുന്നത്. അത് പോകരുത് എന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ F-47 കാര്യവും ഈ ഫോൺ സംഭാഷണത്തിൽ ട്രംപ് സംസാരിച്ചിരുന്നു. നിക്കി ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നത് ജപ്പാൻ പ്രധാനമന്ത്രിയോട് ട്രംപ് പറഞ്ഞു, 47 നല്ല സംഖ്യയാണ്, നല്ല ഐശ്വര്യമുള്ള സംഖ്യയാണ്, F-47 അങ്ങോട്ട് തരാം. പിന്നെ F-55 അത് അപ്ഗ്രേഡഡ്, ഈ F-35 അപ്ഗ്രേഡ് ചെയ്തു വരുന്ന സാധനമാണ് F-55. അതും തരാം. അത് ഇരട്ട എഞ്ചിനുള്ള F-35 ഒരു വേരിയൻ്റ് ആണത്, അതും തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ഇറ്റലിയും ബ്രിട്ടനും കൂടി ചേർന്നിട്ട് ജപ്പാനൊരു GCAP പദ്ധതി ഉണ്ടായിരുന്നു, 6th ജനറേഷൻ യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്യാനുള്ള GCAP, ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം. അതിപ്പോൾ പൈസ ബ്രിട്ടൻ്റെയും ജപ്പാൻ്റെയും കയ്യിലില്ലാത്തതുകൊണ്ട് ഇറ്റലിയെ പിടിച്ചിട്ടു. നമുക്ക് റഷ്യയായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളെ ക്ഷണിക്കാൻ വൈകി. അടുത്ത കാലത്ത് ക്ഷണിച്ചു, പക്ഷേ ഇറ്റലിയുടെ ഭാഗത്ത് നിന്ന് അമാന്തം ഉണ്ട്. അപ്പോൾ ഇത് നടക്കുമോ? 2040 2035 ഒക്കെ ആവുമല്ലോ. അതിനു മുമ്പ് ഒരു 6th ജനറേഷൻ F-47 ഞങ്ങൾ തരാം എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ 2029 ആകുമ്പോൾ F-47 റെഡിയാവും എന്നുള്ളതാണ്. ഇപ്പോൾ കരാറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോയിങ്ങിന് കരാറ് കൊടുത്തിട്ടുണ്ട് മറ്റേ F-47 വികസിപ്പിക്കാൻ. മാർച്ചിൽ കരാറ് കൊടുത്തു ട്രംപ്. 2029 ആകുമ്പോൾ റെഡിയാവും. അപ്പോൾ ജപ്പാൻ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഈ ഗോൾഡൻ ഡോമും കൂടി സമ്മതിച്ചേക്കാം എന്നൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജപ്പാൻ അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതുപോലൊരു സമയത്ത് അമേരിക്ക പറയുന്നതൊക്കെ കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ്, അല്ലേ? അനുസരിക്കേണ്ടി വരും. സാമന്ത രാജ്യം പോലെ നിൽക്കുകയല്ലേ? അതെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭീഷണി ഉണ്ടല്ലോ, പല രാജ്യങ്ങളുടെ ഭീഷണി, റഷ്യയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭീഷണി ചെറുക്കാൻ ജപ്പാൻ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ ഭീഷണിയുണ്ട്. അത് ചെറുക്കാനായിട്ട് അമേരിക്കയുടെ സഹായം ആവശ്യമുണ്ട്. യുദ്ധം ചെയ്ത് 2ാം ലോക യുദ്ധത്തിന് ശേഷം യുദ്ധം ചെയ്ത് വലിയ പരിചയമൊന്നുമില്ലല്ലോ ജപ്പാന്. തകർന്നു പോയതാണല്ലോ. ആണവ ദുരന്തം ഒക്കെ ഉണ്ടായതാണ്, ഹിരോഷിമ, നാഗസാക്കി. അപ്പോൾ ഇപ്പോൾ ഈ ഗോൾഡൻ ഡോമിൻ്റെ പദ്ധതി മൈക്കിൾ ഗുവേറ്റ്ലിൻ എന്ന് പറഞ്ഞ സ്പേസ് ഫോഴ്സ് ജനറലിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. ആകാശ ഭീഷണികൾ, ബാലിസ്റ്റിക് ക്രൂസ് മിസൈൽ ഭീഷണികൾ, ഇതൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് മിസൈലുകളുടെ ഒരു കവചം ബഹിരാകാശത്ത് തീർക്കുന്ന പരിപാടിയാണ്. അത് അയൺ ഡോം. അയൺ ഡോമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഗോൾഡൻ ഡോം. അയൺ ഡോം ഇസ്രയേലിൻ്റെ ആണ്. അപ്പോൾ 175 ബില്യൺ ചെലവ് വരും എന്ന് പറഞ്ഞാൽ 15 ലക്ഷം കോടി എന്ന് കൂട്ടാം. 15 ലക്ഷം കോടി രൂപയാണ് ആദ്യം ചെലവ് വരുന്നത്. 20 കൊല്ലം കഴിഞ്ഞ് കൂടുതൽ ചെലവ് വരും. മസ്കിൻ്റെ സ്പേസ് എക്സ് ഇതിൽ കുറേ കാര്യങ്ങൾ
സഹകരിക്കേണ്ടി വരും. അപ്പോൾ മസ്കിന് കുറേ കച്ചവടം അതിൻ്റെ അകത്ത് കിട്ടും. ജനുവരി തന്നെ ഇതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആയതാണ്. 1983 റൊണാൾഡ് റീഗന് ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ചെലവ് കാരണം അന്ന് നടന്നില്ല. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഫണ്ടായിട്ട് $25 ബില്യൺ നീക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അമേരിക്ക. അത് $2.14 ലക്ഷം കോടി രൂപ വരുന്നതാണ്. 2 കൊല്ലത്തേക്ക് ഇതിൻ്റെ ചെലവ് സ്പ്രെഡ് ചെയ്ത് കിടക്കും. ഈ ഊഴം കഴിയുമ്പോഴേക്കും ഇത് റെഡിയായിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ചൈനയും റഷ്യയും ഈ പരിപാടിയെ എതിർത്തിട്ടുണ്ട്. കാരണം ബഹിരാകാശത്തെയും യുദ്ധക്കളമായിട്ട് ട്രംപ് മാറ്റുകയാണ് എന്നാണ് പറയുന്നത്. ഇത് അമേരിക്കയിൽ തന്നെയാണ് ഇത് പണിയുന്നത്. ജോർജിയ, അലാസ്ക, ഫ്ലോറിഡ, ഇൻഡ്യാന തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്ന ക്വറ്റ്ലിൻ ഇപ്പോൾ വൈസ് ചീഫ് ഓഫ് സ്പേസ് ഓപ്പറേഷൻസ് ആണ് മറ്റേ അമേരിക്കയിൽ. അപ്പോൾ ഇതാണ് പുതിയ വാർത്ത. ജപ്പാനിന് കൂടി ഗോൾഡൻ ഡോമിൻ്റെ, അമേരിക്കയിലെ ഗോൾഡൻ ഡോമിൻ്റെ പങ്കാളി ആയി മാറാം. അപ്പോൾ അവർക്ക് അതിൻ്റെ സൗകര്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു. പോസിറ്റീവ് ആയ റെസ്പോൺസാണ് ജപ്പാൻ്റെ ഭാഗത്തു നിന്ന് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.